ഭാര്യ പി കെ ശ്യാമളയോട് മത്സരിക്കേണ്ട എന്ന് പറയാതിരുന്നത് സ്ത്രീ വിരുദ്ധമാകുമെന്നതുകൊണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. വിമതർ മത്സരിക്കുന്ന പയ്യന്നൂരിലും തളിപ്പറമ്പിലും LDF ഏറ്റവും ഉജ്ജ്വല വിജയം നേടും. ഡീൽ ആരോപണത്തിൽ നിന്ന് മാറി വികസന വിഷയങ്ങൾ ഉന്നയിക്കുമെന്നും എം.വി. ഗോവിന്ദൻ 24നോട് പറഞ്ഞു. പ്രവർത്തന പശ്ചാത്തലവും പാർട്ടി പദവികളും ഉണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഭാര്യ പി കെ ശ്യാമളയോട് മാറി നിൽക്കാൻ പറഞ്ഞുകൂടെ എന്ന ചോദ്യത്തിനാണ് അങ്ങനെ പറഞ്ഞാൽ അത് സ്ത്രീവിരുദ്ധമാകുമെന്ന മറുപടി എം.വി. ഗോവിന്ദനിൽ നിന്ന് ഉണ്ടായത്. എങ്കിലും മാഷൊന്നും മാറി നിൽക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിന് ആ സ്ത്രീവിരുദ്ധ പരാമർശം അതുപോലെ അങ്ങനെ പറഞ്ഞാൽ സ്ത്രീവിരുദ്ധമാണ്. ഭർത്താവ് പറഞ്ഞ ഭാര്യ മാറണമല്ലോ, അങ്ങനെയല്ലേ എങ്കിൽ ധുനി അത് അതൊന്ത് പരാമർശ? അത് സ്ത്രീവിരുദ്ധമായതുകൊണ്ടാണ് അങ്ങനെ നിലപാടെടുത്തത്. കാര്യം ജനാധിപത്യപരമല്ലേ സമൂഹം, അവർ അവരുടേതായ രീതിയിലല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ അടിച്ചേൽപ്പിക്കേണ്ടതാണോ ഏതെങ്കിലും സ്ഥാനമോ അല്ലെങ്കിൽ സ്ഥാനമില്ലായ്മയോ? അല്ല, എൻ്റെ പിൻഗാമിയായി ഭാര്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിൻഗാമിയൊന്നും ഇല്ല കേട്ടോ. ചരിത്രത്തിലില്ലാത്ത വിധം നേതാക്കൾ CPIM വിട്ട് എതിർപ്പാളത്തിൽ മത്സരിക്കുന്ന ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊന്നും ബാധിക്കില്ലെന്നായിരുന്നു എം.വി. ഗോവിന്ദന്റെ പ്രതികരണം. 5.5 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി മെമ്പർമാരുള്ള പാർട്ടിയാണ് CPM. ഒരു 1.5 ലക്ഷത്തിലധികം അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടിക്കകത്ത് ഈ പറയുന്ന പോലെ 3-4 ആളുകൾ അവരുടെ തെറ്റായ നിലപാടിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ എല്ലാ കാലത്തും ഇതിനേക്കാളത്തെ എത്ര വലിയ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പൂക്കുമരത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന നേതാവാണ് KPR ഗോപാലൻ. ആ KPR ഗോപാലൻ കോൺഗ്രസ് പോയിട്ടുണ്ട്. പാർലമെൻ്ററി അവസരവാദത്തിൻ്റെ തന്നെ പ്രശ്നമായിരുന്നു ഒന്നും. M.V. രാഘവൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ അതിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. KR ഗൗരിയമ്മിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതുമായി താരതമ്യം ചെയ്യാൻ തന്നെ ഇല്ല. G. സുധാകരൻ ഇപ്പോൾ പറയുന്ന ഒന്നിനെയും മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചു. അത് അയാൾക്ക് ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തിലും ഞാൻ മറുപടി പറയുന്നില്ല, മറുപടി അർഹിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞോട്ടെ, ഞങ്ങളതിനെ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നു. എന്നാലും കൃഷ്ണപിള്ള സ്മാരകത്തിനെ പറ്റിയല്ലേ പറഞ്ഞു? ഇതിനെപ്പറ്റി പറഞ്ഞാലും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയി കോൺഗ്രസ് ആയില്ലേ, UDFിൻ്റെ തുപ്പിയും കൊത്തി കുത്തിയിരിക്കുന്ന കാര്യം കണ്ടില്ല നമ്മൾ. അദ്ദേഹം UDF ആയിരിക്കുകയാണ്. അപ്പോൾ വേറൊന്നുമില്ല. പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുന്നതിനുള്ള പരിപക്വമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളതെന്നും എം.വി. ഗോവിന്ദൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ആർ. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.